കരൂർ സംഭവത്തിൽ ടി.വി.കെ കരൂർ വെസ്റ്റ് ജില്ലാ സെക്രട്ടറി വി.പി. മതിയഴകൻ അറസ്റ്റിലായി. മറ്റ് നേതാക്കളുടെ അറസ്റ്റും വൈകാതെ രേഖപ്പെടുത്തുമെന്നാണ് സൂചന. ദുരന്തത്തെ സംബന്ധിച്ച് പ്രകോപനപരമായ ഉള്ളടക്കം പോസ്റ്റ് ചെയ്തതിന് 25 പേർക്കെതിരെ ചെന്നൈ പോലീസ് കേസെടുത്തിട്ടുണ്ട്. അതേസമയം കരൂരിൽ ഒരു ടി.വി.കെ ബ്രാഞ്ച് സെക്രട്ടറി ജീവനൊടുക്കി. ഡി.എം.കെ നേതാവ് സെന്തിൽ ബാലാജിക്കെതിരെ ആത്മഹത്യാക്കുറിപ്പ് എഴുതിവെച്ചാണ് വി അയ്യപ്പൻ ജീവനൊടുക്കിയത്. എം.ജി. മിഥുനാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. മിഥുൻ, കരൂർ സംഭവത്തെക്കുറിച്ച് ഇപ്പോഴും സംശയങ്ങൾ ബാക്കി നിൽക്കുകയാണ്. എന്താണ് അവിടെ സംഭവിച്ചത് എന്നതടക്കം. എന്തായാലും വിജയുടെ ഭാഗത്ത് നിന്ന്, ആ നടത്തിപ്പുകാരുടെ ഭാഗത്ത് നിന്ന് ഗുരുതരമായ വീഴ്ചയുണ്ടായി എന്ന് ആദ്യം മുതൽ തന്നെ വലിയ ആരോപണമുണ്ട്. അതിൽ അന്വേഷണം നടക്കുകയുമാണ്. ഏറ്റവും പുതിയ വിവരങ്ങൾ ഇത് സംബന്ധിച്ച് എന്തൊക്കെയാണ്? അശ്വതി, കഴിഞ്ഞ ദിവസം അറസ്റ്റിലായിട്ടുള്ള തമിഴഴകിന്റെ ചോദ്യം ചെയ്യൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് അന്വേഷണ സംഘം അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. തുടർ നടപടികൾ അതിനുശേഷം കൈക്കൊള്ളുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് പുലർച്ചയോടുകൂടി 3 മണിയോടുകൂടി അദ്ദേഹത്തെ കരൂരിലെത്തിക്കുകയും പിന്നീട് ചോദ്യം ചെയ്യൽ ആരംഭിക്കുകയും ചെയ്തതാണ്. ഇതിൽ എന്താണ് സംഭവിച്ചത്, ഏതെങ്കിലും തരത്തിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ അന്വേഷണ സംഘം പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റൊന്ന്, അതിനിടെ ഇപ്പോൾ ടി.വി.കെയുടെ ഒരു നേതാവ് കൂടി, ഒരു ബ്രാഞ്ച് സെക്രട്ടറി ആത്മഹത്യ ചെയ്തതായിട്ടുള്ള വിവരങ്ങൾ കൂടി പിന്നീട് പുറത്തു വരുന്നു. വി അയ്യപ്പനാണ് ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്തത്. അതിൽ ഡി.എം.കെ നേതാവ് സെന്തിൽ ബാലാജിക്കെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ചുകൊണ്ട് ആത്മഹത്യക്കുറിപ്പ് പറഞ്ഞുകൊണ്ടാണ് എഴുതി വെച്ചതിന് ശേഷമാണ് ഇദ്ദേഹം ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. അതായത് ചില സമ്മർദ്ദം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സെന്തിൽ ബാലാജിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി. അതായത് ടി.വി.കെക്കെതിരെ പറയണമെന്നുള്ള കാര്യം നിരന്തരം ആവശ്യപ്പെട്ടു, തന്നെ സമ്മർദ്ദപ്പെടുത്തി, അല്ലെങ്കിൽ തൻ്റെ ജീവന് അപായപ്പെടുത്തുമെന്നടക്കമുള്ള ചില കാര്യങ്ങൾ സെന്തിൽ ബാലാജി പറഞ്ഞു എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഈ ആത്മഹത്യക്കുറിപ്പിലെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നിലവിൽ ഇത് സംബന്ധിച്ചുള്ള അന്വേഷണവും പുരോഗമിക്കുന്നുണ്ട്. വി അയ്യപ്പന്റെ ഫോണ് ഈ അന്വേഷണ സംഘം പിടിച്ചെടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമോ എന്നും കൂടി അന്വേഷണ സംഘം പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും നിലവിൽ തമിഴഴകിന്റെ മെയ്യഴകിന്റെ ഈ അറസ്റ്റിലോട് കൂടി നിൽക്കുന്നതല്ല ഇപ്പോഴത്തെ കാര്യങ്ങളെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടുതൽ പേരുടെ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്നുള്ള സൂചനകൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ടി.വി.കെ ജോയിന്റ് സെക്രട്ടറി ബുസി ആനന്ദിന്റെ അറസ്റ്റും അല്പസമയത്തിനകം തന്നെ ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്ന വിവരം. കാരണം കൂടുതൽ നേതാക്കളെ കൂടി അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്ത് ഇക്കാര്യത്തിൽ കൂടുതൽ നടപടികളിലേക്ക് കടക്കാനാണ് പോലീസിന്റെ തീരുമാനമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം വിജയ്ക്കെതിരെ ഉടൻ കടുത്ത നടപടികളിലേക്ക് നീങ്ങേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ഡി.എം.കെ എത്തിയതായിട്ടാണ് മനസ്സിലാകുന്നത്. പ്രത്യേകിച്ച് 6 മാസം കൂടി മാത്രമേ ഇനി ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അതിനു മുമ്പ് വിജയ്ക്കെതിരെ ഇത്തരത്തിലൊരു നടപടി സ്വീകരിച്ചാൽ, അല്ലെങ്കിൽ അറസ്റ്റ് അടക്കമുള്ള കടുത്ത നടപടികളിലേക്ക് പോയാൽ അത് വിജയ്ക്ക് അനുകൂല ഒരു തരംഗമുണ്ടാക്കുന്ന തരത്തിലേക്ക് പോകും. ജനങ്ങൾ വിജയ്ക്കൊപ്പം പോകുന്ന തരത്തിലേക്ക് പോകും. അത് വലിയ രീതിയിൽ ക്ഷീണമുണ്ടാക്കാൻ പോകുന്നത് ഡി.എം.കെക്ക് തന്നെയാണ് എന്നുള്ള തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു ധാരണയിലേക്ക് ഡി.എം.കെ നേതൃത്വം എത്തിയതെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. നിലവിൽ നടക്കുന്ന ഈ അന്വേഷണങ്ങൾ അത് പൂർത്തീകരിച്ചതിന് ശേഷം, ജുഡീഷ്യൽ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം തുടർ നടപടികൾ സ്വീകരിച്ചാൽ മതി എന്നുള്ള ഒരു നിലപാടിലാണ്. മറ്റൊന്ന്, ഹർജി മദ്രാസ് ഹൈക്കോടതിയുടെ മുന്നിലുണ്ട്. അതിന് വെള്ളിയാഴ്ചയാണ് പരിഗണിക്കാൻ പോകുന്നത്. കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ ദുരന്തത്തിനെതിരെ രൂക്ഷമായ ഭാഷയിൽ വിമർശനം ഉന്നയിക്കാനുള്ള സാധ്യതയും ഡി.എം.കെ തള്ളിക്കളയുന്നില്ല. അങ്ങനെയെങ്കിൽ കോടതി ഇക്കാര്യത്തിൽ എന്ത് നടപടി സ്വീകരിക്കും, അങ്ങനെയെങ്കിൽ കോടതി എന്ത് പറയുന്നത് നോക്കി അതിനുശേഷം നടപടികൾ കൈക്കൊണ്ടാൽ മതി എന്നുള്ളതാണ്. അതായത് കോടതി പറയുന്നതനുസരിച്ചാണ് തങ്ങൾ നടപടി സ്വീകരിച്ചത് എന്നുള്ള ഒരു വാദം ഉന്നയിക്കുന്നതിന് വേണ്ടിയാണ് ഡി.എം.കെ ഇത്തരത്തിലുള്ളൊരു നീക്കം നടത്തുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അറസ്റ്റ് അടക്കമുള്ള കടുത്ത നടപടികളിലേക്ക് ഇപ്പോൾ കടക്കില്ല എന്നുള്ളതാണ്. അതിനിടെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ, അതായത് കെ.സി. വേണുഗോപാലിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് ഈ കരൂർ സന്ദർശനം നടത്തുന്നുണ്ട്. മറ്റൊന്ന്, ബി.ജെ.പിയുടെ പ്രതിനിധി സംഘം കരൂരിൽ സന്ദർശനം നടത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ധനമന്ത്രി നിർമ്മല സീതാരാമൻ അടക്കമുള്ള നേതാക്കൾ ഇവിടെ എത്തി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കുന്നതൊക്കെ നമ്മൾ കാണുകയും ചെയ്തതാണ്. അതിനിടെ മറ്റൊരു കലാപ ആഹ്വാനം നടത്തിക്കൊണ്ട് പോസ്റ്റ് ഇട്ടുകൊണ്ട് ഇത്തരത്തിൽ ടി.വി.കെയുടെ നേതാവ് രംഗത്ത് വരുന്നുണ്ട്. സംസ്ഥാന ജനറൽ സെക്രട്ടറി തന്നെയാണ് അത്തരത്തിലുള്ള ഒരു പോസ്റ്റുമായി രംഗത്ത് വന്നിരിക്കുന്നത്. അതായത് ശ്രീലങ്കയിലും നേപ്പാളിലും ഉണ്ടായതുപോലെ തന്നെ ഒരു യുവജന വിപ്ലവത്തിന് സമയമായിരിക്കുന്നു എന്ന രീതിയിലുള്ള ചില പരാമർശമാണ് ഈ പോസ്റ്റിലുള്ളത്. അത്തരത്തിൽ കലാപ ആഹ്വാനം ചെയ്തുകൊണ്ട് ഉള്ള പോസ്റ്റിനെതിരെ നടപടി ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇക്കാര്യം പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇതിനെതിരെ ഡി.എം.കെ തന്നെ ഔദ്യോഗികമായി പരാതി നൽകിയിട്ടുണ്ട്. ഡി.എം.കെയുടെ സംസ്ഥാന സെക്രട്ടറി ആർ ഭാരതി തന്നെ ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകിയിട്ടുള്ളതായാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. മറ്റൊന്ന്, വിജയ്ക്കെതിരെ കടുത്ത ഭാഷയിലുള്ള വിമർശനം ഇപ്പോഴും ഡി.എം.കെ നടത്തുന്നില്ല എങ്കിൽ പോലും തന്നെ ഈ വിഷയത്തിൽ
വിജയ്ക്ക് പരിചയക്കുറവ് ഉണ്ടായതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വലിയൊരു ദുരന്തത്തിലേക്ക് വഴിവെച്ചത്. വിജയ് എന്ന സിനിമക്കാരനപ്പുറം വിജയ് എന്ന രാഷ്ട്രീയക്കാരന് പക്വതയില്ലാതെ പോയി. അതുകൊണ്ടാണ് ഇത്രയും വലിയ ദുരന്തമുണ്ടായത് എന്നുള്ള ഒരു വിമർശനമാണ് DMK-യുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അതിനിടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. FIR-ലും വിജയ്ക്കും TVKയ്ക്കും എതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഉയർന്നു വരുന്നത്. അതായത് തൽക്ഷണം ഈ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ 11ഓളം പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പലരുടെയും ആന്തരിക അവയവങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് മരണം ഉണ്ടായത്. 25ഓളം പേർക്ക് ശ്വാസതടസ്സം നേരിട്ടതിനെ തുടർന്നാണ് മരണം സംഭവിച്ചത്. അങ്ങനെ ഉള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളാണ് പുറത്തു വരികയും ചെയ്തത്. അതോടൊപ്പം FIR-ൽ പറഞ്ഞിട്ടുള്ള ഗുരുതരമായിട്ടുള്ള ചില ആരോപണങ്ങളുണ്ട്. അതായത് മനഃപൂർവ്വം വിജയ് ഈ സ്ഥലത്തേക്ക് എത്തുന്നത് വൈകിപ്പിച്ചു. 4 മണിക്കൂറോളം നേരം വിജയ് മനഃപൂർവ്വം വൈകിപ്പിച്ചു. അതാണ് വലിയൊരു അപകടത്തിന് വഴിയൊരുക്കിയത്. കാരണം 10 മണി മുതൽ ഇവിടേക്ക് ആളുകൾ എത്തിത്തുടങ്ങിയിരുന്നു. 12 മണിക്ക് വിജയ് എത്തുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. പക്ഷേ ആ സമയത്ത് കൃത്യമായി സമയം പാലിച്ചുകൊണ്ട് വിജയ് എത്തിയിരുന്നുവെങ്കിൽ ഇത്രയധികം ആളുകൾ അവിടേക്ക് വരില്ലായിരുന്നു. 10,000 മുതൽ 15,000 വരെ ആളുകളെയായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ 25,000-ന് മുകളിൽ ആളുകൾ അവിടെ എത്തി എന്നുള്ള ചില പ്രാഥമിക കണക്കുകൾ മാത്രമാണ് ഇപ്പോൾ പോലീസ് പുറത്തുവിടുകയും ചെയ്തത്. അത്രത്തോളം ആളുകൾ എത്താനുള്ള സാധ്യത അല്ലെങ്കിൽ അങ്ങനെ വഴിയൊരുക്കിയത് വിജയ് ഈ വൈകിപ്പിച്ചതിനെ തുടർന്നാണ് എന്നുള്ള ഗുരുതര ആരോപണം കൂടി FIR പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് DMK-യും TVK-യും സംബന്ധിച്ചുള്ള ഒരു നേർക്കുനേർ പോരാട്ടത്തിലേക്ക് ഈ വിഷയം മാറുന്നു എന്നുള്ളതാണ്. എന്തായാലും വിജയ്ക്കെതിരെ കടുത്ത നടപടികളിലേക്ക് കടക്കാനുള്ള സാധ്യത ഈ ഒരു ഘട്ടത്തിൽ കാണുന്നില്ല എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കെ വളരെ ജാഗ്രതയോടെയാണ് ഇതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് പാർട്ടികൾ നീങ്ങുന്നത്. ഒപ്പം ഈ ആൾക്കൂട്ടത്തിനിടയിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്നവർ അവരുടെ ചികിത്സ നടക്കുകയാണ്. ആശുപത്രിയിലുള്ളവർ അവരുടെ ആരോഗ്യം വീണ്ടെടുത്ത് മുന്നോട്ട് വരുന്നു എന്ന റിപ്പോർട്ടുകളുമുണ്ട്. MG മിഥുനാണ് വിശദവിവരങ്ങൾ നൽകിയത്.